മിസ്റ്റർ ഫ്രാഞ്ചു, യു വാസ് എക്സ്പീരിയൻസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഈ ടീം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മളെല്ലാവരും ഒരു മിഷൻ്റെ ഭാഗമായിരുന്നു. അവസാന നിമിഷം നമ്മളെല്ലാവരും കൂടെ നിന്ന് പോരാടി. അവസാനം അടുത്ത സീസണിലും ഈ ക്ലബിൽ അവസരം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പറ്റിയില്ല. ഇവിടുത്തെ ആരാധകർ ഞങ്ങളെ നെഞ്ചിലേറ്റി. താങ്ക് യു ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്. സോ അങ്ങനെ ISL പല ക്ലബ്ബുകളും വിദേശ താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവരെ കുറച്ച് കാര്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബാംഗ്ലൂർ FC കാര്യത്തിലോട്ട് വരാം. ബാംഗ്ലൂർ FC ആദ്യത്തെ സൈനിങ് എന്ന് പറയുന്നത് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള പോർച്ചുഗൽ താരമായിട്ടുള്ള സാൻഡ്രോ എംബലെയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാംഗ്ലൂർ FC രണ്ടാമത്തെ സൈനിങ് എന്ന് പറയുന്നത് ബോർജോ മാർട്ടിനസ് എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ്ങറെയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ബോർജോ മാർട്ടിനസ് വരുന്നത് സ്പെയിനിൽ നിന്നാണ്. വളരെയധികം കളിച്ച് പരിചയസമ്പത്തുള്ള താരം തന്നെയാണ്. മൂന്നാമത്തെ താരം മാനുവൽ ഡി ഇറിയോട്ടോ എന്ന് പറയുന്ന ഒരു താരമാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ഇതേ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. ഇദ്ദേഹത്തിന്റെ അനുകൂലം ബാംഗ്ലൂർ FCക്ക് ഒരുപാട് ഗുണകരമാവും. നമുക്ക് ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിലോട്ട് വരാം. ഈസ്റ്റ് ബംഗാളും മികച്ച താരങ്ങൾ അവരെ ടീമിലെത്തിച്ചിട്ടുണ്ട്. നാച്ചോ മൊൻസാൽവ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. ഇദ്ദേഹം സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന താരമാണ്. അദ്ദേഹം ഭയങ്കര അഗ്രസീവുമാണ്. രണ്ടാമത്തെ താരം എഫിയോങ് ആണ്. പുള്ളിക്കാരൻ പഞ്ചാബ് FC കളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് FC ഗോവ. അവരും മികച്ച താരങ്ങളെ അവരെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാന താരം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് മികച്ച പെർഫോമൻസ് നടത്തിയ ഫ്രാഞ്ചു. അർജന്റീനൻ താരമാണ് ഫ്രാഞ്ചു. സോ ഫ്രാഞ്ചുവിനെ കുറിച്ച് നമുക്കറിയാം, വളരെ മികച്ച പ്ലെയർ ആണ്. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് അലസ്കോ എന്ന് പറയുന്ന ഒരു താരത്തെയും അവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്പെയിനിൽ പല ക്ലബ്ബുകൾക്കായിട്ട് പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട്. അതുപോലെ സ്പെയിനിൽ നിന്നും ഒരു ഫോർവേഡിനെയും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇക്കി ബൊറോഗോ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ സീസണിലും വൺ നിര ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ചില സൈനികൾ നടത്തിയിട്ടുണ്ട്. സെന്റർ ബാക്ക് സ്ഥാനത്തേക്ക് സെമീർ സെൽക്കോവിച്ചിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രസീലിയൻ താരമായുള്ള മിഗുവൽ ഫിഗേറയും അവരുടെ ടീമിലുണ്ട്. മുംബൈ സിറ്റി ഇവർ അത്ര അധികം സൈനിങ് നടത്തിയിട്ടില്ലെങ്കിലും കാർലോസ് ഡെൽഗാഡയൊക്കെ അവരെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചാബ് FC ആൽഫ്രഡ് പാനിറ്റ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു റൈറ്റ് വിംഗർ ആണ്. അതുപോലെ സ്പെയിനിൽ നിന്നാണ് പുള്ളിക്കാരൻ പഞ്ചാബ് FC എത്തുന്നതും. സോ തീർച്ചയായിട്ടും ഇവരൊക്കെ വളരെ മികച്ച സൈനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെന്നൈയിൻ FCയും മികച്ച താരങ്ങളെയാണ് അവരും സൈൻ ചെയ്തിട്ടുള്ളത്. ഇമാനുവൽ ഇമാനിഷിവോ എന്ന് പറയുന്ന ബാക്കിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂനോ റോയ്സ് എന്ന് പറയുന്ന സെന്റർ ബാക്കിനെയും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു പോർച്ചുഗൽ താരമാണ്. പോർച്ചുഗലില് പല ലോ ഡിവിഷൻ ക്ലബ്ബുകളിലൊക്കെ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട്. അതുപോലെ നിക്കോളോ ഡോയോനോവിച്ച് എന്ന് പറയുന്ന ഒരു താരത്തെയും അവർ സൈൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് സെർബിയയിൽ നിന്നാണ് പുള്ളിക്കാരൻ വരുന്നത്. ഇങ്ങനെ പല ക്ലബ്ബുകളും പല സൈന്യങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ എല്ലാ സൈന്യങ്ങളും ഇതിൽ നിന്ന് പറയുന്നില്ല. സോ ഓൾറെഡി വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ മികച്ച താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.